ആഘോഷിക്കാനുള്ള നിരവധി കാര്യങ്ങളാണ് എമ്പുരാൻ എന്ന ഒറ്റ ചിത്രത്തിന്റെ ടീസർ ലോഞ്ചിനായി നടത്തിയ പരിപാടി നൽകിയിട്ടുള്ളത്. സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എമ്പുരാൻ. ലൂസിഫർ ഹിറ്റായി മാറിയപ്പോൾ മുതൽ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. അങ്ങനെ ടീസർ എത്തുകയും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ വൈറലാവുകയും ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ട്രെൻഡിംഗ് ആകുന്നത് മറ്റൊരു ഫൺ ഫോട്ടോയാണ്. അത് മറ്റാരുടേതുമല്ല, സമീപകാലത്ത് സോഷ്യൽ മീഡിയയെ ഏറെ ചിരിപ്പിച്ച ടൊവിനോ തോമസ് ബേസിൽ ജോസഫ് കോംബോയുടെ ഒരു ഫോട്ടോയാണ്. സിനിമയുടെ പൂജയിൽ തുടങ്ങി ഷെയ്ക്ക് ഹാൻഡിൽ അവസാനിച്ച ബേസിൽ ശാപത്തിന്റെ ചൂട് തീരും മുമ്പാണ് അടുത്ത വൈറൽ സ്റ്റോറി എത്തിയിരിക്കുന്നത്. മലയാളത്തിന്റെ താരരാജാക്കന്മാർ ഒരുമിച്ചെത്തി എന്നതും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച താരനിര അണിനിരക്കുന്ന പരിപാടി എന്നതുകൊണ്ടും ആരാധകർ കാത്തിരുന്ന എമ്പുരാന്റെ വരവ് എന്നതുകൊണ്ടുമെല്ലാം ജനശ്രദ്ധ നേടിയ പരിപാടിയായിരുന്നു ടീസർ ലോഞ്ച്. ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് ലഭിച്ച പുതിയ സൂചനകളും വിവരങ്ങളും ഒക്കെയാണ് 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത്. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചിരിക്കുന്നതും മമ്മൂട്ടിയുടെ വിരലിലെ മോതിരം നോക്കി മോഹൻലാൽ കമന്റ് ചെയ്യുമ്പോൾ മമ്മൂട്ടി പൊട്ടിച്ചിരിക്കുന്നതുമൊക്കെ വൈറലായിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു വലിയ സിനിമ മലയാളം കണ്ടിട്ടുണ്ടാവില്ല എന്ന മമ്മൂട്ടിയുടെ ഡയലോഗും ആരാധകർ ഏറ്റെടുത്തു. അങ്ങനെ ആകെ മൊത്തത്തിൽ പരിപാടി കളറായി. ടീസറും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇതിനു പിന്നാലെയാണ് ടൊവിനോ ബേസിൽ ഫോട്ടോ ആരാധകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ടീസർ ലോഞ്ചിനിടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറകിലായിരിക്കുന്ന ടൊവിനോ തോമസ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഫോട്ടോയാണിത്. തൊട്ടടുത്തായി ബേസിൽ ജോസഫും മുരളി ഗോപിയുമുണ്ട്. വൻമരങ്ങൾക്കിടയിൽ എന്നായിരുന്നു ടൊവിനോ ഈ ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ കൊടുത്തത്. മലയാള സിനിമയുടെ നെടുംതൂണുകളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരുമിച്ച് കാണുക എന്നത് ആരാധകർക്ക് എപ്പോഴും ഇരട്ടി മധുരമാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ജോലി ചെയ്യാനും ഒന്നിച്ച് സമയം ചെലവഴിക്കാനും ആഗ്രഹിക്കുന്ന നിരവധി ആരാധകരുണ്ട്. സിനിമാ സംബന്ധിയായ പരിപാടികളിലായാലും താരവിവാഹങ്ങളിലായാലും ഇരുവരും ഒരുമിച്ചെത്തുമ്പോൾ അത് സോഷ്യൽ മീഡിയ ആഘോഷിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒപ്പം ഒരു ഫോട്ടോ കിട്ടിയ സന്തോഷമാണ് ടൊവിനോ പങ്കുവച്ചത്. ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ ചിത്രം ലൈക്ക് ചെയ്തിട്ടുള്ളത്. പിന്നാലെ വന്ന ബേസിലിന്റെ കമന്റാണ് ഈ ഫോട്ടോ വൈറലാവാൻ പ്രധാന കാരണം. മുട്ടപ്പപ്സിലെ മുട്ട എന്നായിരുന്നു ബേസിൽ കമന്റ് ചെയ്തത്. പിന്നിലിരിക്കുന്ന ടൊവിനോയെ ഉദ്ദേശിച്ച് തന്നെയാവണം ബേസിൽ ആ കമന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒപ്പം അല്പം സെൽഫ് ട്രോളും. ഈ കമന്റിന് മാത്രം 1 ലക്ഷത്തോളം ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലഭിച്ചു കഴിഞ്ഞു. 3 ചിത്രങ്ങളാണ് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ടൊവിനോ ആഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേതിൽ 3 ഫോട്ടോകൾ ചേർത്ത് വെച്ചിട്ടാണുള്ളത്. അതിൽ ആദ്യത്തെ ഫോട്ടോയിൽ മോഹൻലാലും മമ്മൂട്ടിയും ഫോക്കസിലും ടൊവിനോയും ബേസിലും ഔട്ട് ഓഫ് ഫോക്കസിലുമാണ്. അടുത്ത ചിത്രത്തിൽ ഒരു സൈഡിലേക്ക് നോക്കുന്ന ടൊവിനോയും ബേസിലും ഫോക്കസിലും, മോഹൻലാലും മമ്മൂട്ടിയും ഔട്ട് ഓഫ് ഫോക്കസിലുമാണ്. ഈ ചിത്രത്തിൽ ടൊവിനോയും ബേസിലും ഒരു സൈഡിലേക്ക് കൗതുകത്തോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഫോട്ടോയും സമാന രീതിയിലാണ്. ഇതിൽ ബേസിലും ടൊവിനോയും ചിരിക്കുന്നുമുണ്ട്. ഈ ഫോട്ടോ വൈറലായതിനു പിന്നാലെ പല ഉപമകൾ ചേർത്ത് വെച്ചുള്ള നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിരന്നിട്ടുണ്ട്. മുട്ടപ്പപ്സിലെ മുട്ട എന്നതിന് പകരം കുഴിമന്തിയിലെ കുരുമുളക്, ലഡുവിലെ ഉണക്കമുന്തിരി, ബിരിയാണിയിലെ ഗ്രാമ്പു, മന്തിയുടെ കൂടെയുള്ള മയണൈസ് എന്നിങ്ങനെ നിരവധി ട്രോളുകളും കമന്റുകളുമാണ് ടൊവിനോയുടെ പോസ്റ്റിനെ ചുറ്റിപ്പറ്റി വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്നത്തെ 2 വൻമരങ്ങൾക്കിടയിലെ നാളത്തെ വൻമരങ്ങൾ എന്ന കമന്റുമുണ്ട്. എന്തായാലും ബേസിൽ ശാപം എന്ന പ്രതിഭാസത്തിന് പിന്നാലെ അടുത്ത പോസ്റ്റും കമന്റും വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ടീസർ ലോഞ്ചിൽ ടൊവിനോ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമായിരുന്നു. ലൂസിഫറിന്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ജതിൻ രാംദാസ് ഭയങ്കര കയ്യടി മേടിക്കുമെന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്നും എനിക്ക് മുണ്ടുടുക്കാനും അറിയാം എന്ന ഡയലോഗ് താൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ടെന്നും എവിടെ പോയാലും അത് പറയാനാണ് ആളുകൾ ആവശ്യപ്പെടുന്നതെന്നും അത്രയും റീച്ചുണ്ടാക്കി തന്ന ചിത്രമാണെന്നും ടൊവിനോ പറഞ്ഞിരുന്നു. കുറച്ചു ദിവസമാണ് അഭിനയിച്ചതെങ്കിലും അതിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നുവെന്നും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊന്നും ആയിരുന്നില്ല അത് ചെയ്തത്, ഒരു പ്രഷറും അനുഭവിക്കേണ്ടി വന്നിട്ടുമില്ല എന്നും ടൊവിനോ കൂട്ടിച്ചേർത്തിരുന്നു. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്ക് ആണെന്ന് പൃഥ്വിരാജിനോടും മുരളി ഗോപിയോടും താൻ പറഞ്ഞിരുന്നുവെന്നും കരിയറിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായി ജതിൻ രാംദാസ് മാറിയെന്നും എമ്പുരാൻ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുകയാണെന്നും ടൊവിനോ പറയുന്നുണ്ട്. ഇത്തവണ തനിക്ക് ലാലേട്ടനോടൊപ്പം ഒരു കോമ്പിനേഷൻ സീൻ കിട്ടിയെന്ന സൂചനയും ഇതിൽ ടൊവിനോ നൽകിയിട്ടുണ്ട്.